ഞാൻ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഞാൻ വളരെ സൈലന്റ് ആയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. അപ്പോൾ ഇവർ ചില ഓൺലൈൻ മാധ്യമക്കാരെ കൊണ്ട് രാജൻ ജോസഫ് ഒളിവിൽ പോയി. പിന്നെ പാവം പിടിച്ച പെൺകുട്ടികളെയും കൂടി വിളിച്ചു പറയും, പിന്നെ അവരെ പേരും കൂടി മെൻഷൻ ചെയ്യുക. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും എനിക്ക് മിണ്ടായിരിക്കാൻ പറ്റും തോന്നുന്നില്ല. ഞാൻ ഒരു ഒളിവിലും പോയിട്ടില്ല. എനിക്ക് നല്ല വിശ്വാസമുള്ള കാര്യങ്ങളും എനിക്ക് നല്ല ബോധ്യങ്ങളുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഷാഫിയും രാഹുലും കൂടി വെറുതെ എന്നോട് ചൊറിയാൻ നിന്നിട്ട് കൂടുതൽ ഇഴന്നു വാങ്ങരുത്. അതവർക്ക് താങ്ങാൻ പറ്റില്ല. പിന്നെ ഇവരന്മാരെ വിചാരമുണ്ട്, ഇവന്മാർക്ക് പിന്നെ എന്നെ പേടിപ്പിച്ച് കളയാന്നുള്ളത്. ഇവന്മാർക്ക് കുറെ ഗുണ്ടാ സംഘങ്ങളും കൊട്ടേഷൻ സംഘങ്ങളും ഒക്കെ അവിടുന്ന് ഇവിടുന്ന് വിളിക്കുന്നുണ്ട്. അതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതിയല്ലോ ആളുകളെ. അതും കൊണ്ടൊന്നും എൻ്റെ അടുത്തേക്ക് വരണ്ട. എനിക്കിതിനകത്ത് ഒരു പേടി ഉണ്ടായിട്ടല്ല ഞാൻ ഉണ്ടായിരുന്നത്. എനിക്കിതിനകത്ത് നല്ല ബോധ്യമുണ്ട്. എനിക്ക് നല്ല പിന്നെ പ്രതിഷേധമുണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. അത് ഇവർ നന്നായി വരികയാണെങ്കിൽ നന്നായി വരട്ടെ എന്നേ കരുതുന്നുള്ളൂ. ഭാവിയിലെ ചെറുപ്പക്കാരാണ് ഒക്കെയാണ് എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തലയിൽ കയറാൻ വേണ്ടി വരരുത്. പിന്നെ ഇവർക്കെന്താ ഈ പേടിപ്പിക്കാൻ എന്താ ഉള്ളേ? ഇവര് പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു മൈരും ചെയ്യില്ല ഇവരെ കൊണ്ട്. ഇവർക്ക് മാക്സിമം പോയാൽ എന്നെ കൊല്ലാൻ പറ്റുമായിരിക്കും. അല്ലാതെ ഇവരെന്ത് തേങ്ങ ചെയ്യുക? അതിനെക്കുറിച്ച് പേടിയില്ലാത്ത ഒരാളുമാണ് ഞാൻ. അപ്പൊ ഇവര് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കിടന്ന് സൈബർ ടീമിൽ കുറെ ആൾക്കാരെ കൊണ്ട് എനിക്കെതിരെ ഇങ്ങനെ വീഡിയോ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുക. അതങ്ങനെ പിന്നെ മിണ്ടാതെ പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല.